മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓണം എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ആഘോഷമാണ്. അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി നമ്മളും അതിൽ പങ്കുചേർന്നിരിക്കുകയാണ്. മാവേലി മന്നൻ ഭരിച്ച നാട്, നമ്മളെല്ലാം ഒന്നെന്ന് ചൊന്ന നാട്. പങ്കിട്ട് മാവേലിക്ക് നല്ല അഭിപ്രായമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചാനലിലേക്കും വിളികൾ, ഫോൺ വിളികൾ വരുന്നു. അന്ന് പറഞ്ഞ കാര്യം ഞാൻ അടുത്ത പ്രാവശ്യം പാതാളത്തിൽ നിന്ന് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പരമാവധി മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം വെച്ചാൽ അത് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അല്ല, നമ്മുടെ മാവേലിയെ ജില്ല മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ മാവേലിയുടെ ചൈത്രയാത്ര തുടരട്ടെ, ഓണം കഴിയുവോളം. പൊന്നോണമായി അപ്പോ നോമെങ്ങനെ ഇപ്പൊ എവിടെ എത്തിയിരിക്കണേന്നോ? നടന്ന നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളൊക്കെ എവിടെ കാത്തു നിൽക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ അടച്ചു പൂട്ടിയേക്കണേ? അടച്ചു പൂട്ടിയേക്കണ വേറെ ഒന്നുമില്ല, കാറ്റടിച്ചിട്ടാന്ന് പറഞ്ഞേ. ദേ കണ്ടോ, കണ്ടോ, പൂക്കളുണ്ട്. നമ്മുടെ പിള്ളേരിട്ട പൂക്കളാന്ന് തോന്നൂലേ? പൂക്കളം വെറും പൂക്കളല്ല, വലിയ പൂക്കളാട്ടോ, മൊത്തം പൂക്കളായി. ഇതേ കുറെ ആൾക്കാർ സന്തോഷായിരിക്കണം. നോമിപ്പോ വന്നിരിക്കണ എവിടെയാണെന്നറിയോ? നോമിന്റെ കുടുംബത്തിലാണ് വന്നിരിക്കണേ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സഞ്ചരിച്ച് നമ്മള് നോമിന്റെ കുടുംബത്തിലെത്തി കഴിഞ്ഞാൽ അധികം ദിവസം ഇല്ല, നമ്മളെ തിരുവോണം ആഘോഷിക്കാനായിട്ടൊക്കെ ഒരുങ്ങുകയാണ്. എന്താണ്ടോ ഉടുത്തൊരുങ്ങി സുന്ദരികളൊക്കെ നിൽക്കണം. ഒന്ന് ചിരിച്ചൂടെ? ഒരു ഗൗരവം കണ്ടു കഴിഞ്ഞാണ്ട് കാശ അവരൊന്നും മേടിച്ചിട്ടോ അല്ലേ? അതിന്റെ അല്ല ഇല്ലേ? സന്തോഷമായിട്ടിരിക്കുക. അതേ കണ്ടോ, സന്തോഷമായിട്ടിരിക്കണോ നമ്മുടെ ചുള്ളൻ. അപ്പോ നമ്മുടെ TCVയുടെ കുടുംബത്തിന്റെ സാരഥികളാണ് ഇതായി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. നമസ്കാരമുണ്ട്. ഓണം ഇങ്ങനെ പടിവാതിക്കൽ എത്തിയേക്കുവാണ്. നമുക്കറിയാം, വിഭവസമൃദ്ധമായൊരു സദ്യ തന്നെയാണ് ഈ കുറി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞിരിക്കണു. ഓണം എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഓണം എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ആഘോഷമാണ്. അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി നമ്മളും അതിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ഈ കുറി നല്ലൊരു ഓണസദ്യയാണ്. ഒരുപാട് പരിപാടികളൊക്കെയാണ് നമ്മൾ അണിയറയിൽ ഒരുക്കിയേക്കണല്ലേ? അതെ, നല്ല രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം ആഘോഷം നടത്തുന്നത്. അപ്പോൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കട്ടെ. തീർച്ചയായിട്ടും നല്ല ഒരു ഓണ ആശംസ ആദ്യം തന്നെ നേരുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ TCV എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജില്ലയുടെ സ്വന്തം ചാനല്, നമ്മുടെ ഒരുപാട് ആളുകൾ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ഈ കുറി ഹൃദയം നിറഞ്ഞ ഓണാശംസ നേരുന്നതോടൊപ്പം എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ വളരെ വിശദമായിട്ട് തന്നെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഉത്രാടത്തിനും തിരുവോണത്തിനും മാത്രമാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്. അതിപ്പോൾ മാവേലിയാണ് നമ്മൾ 10 ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. ത്രൂ ഔട്ട് ആഘോഷിക്കുന്നത് മാവേലിയാണ്. പിന്നെ നമ്മുടെ 4 ഓണത്തിന് പുലിക്കളി ഈ പ്രാവശ്യം ഗംഭീരാണല്ലേ? TCVയിലെ ഗംഭീരായിരിക്കും. അപ്പോൾ ഇനി നമസ്കാരം ഉണ്ട് കേട്ടോ, വെള്ളയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും
സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആശംസകൾ. സന്തോഷാവട്ടെ. ആ ഇതുണ്ടോ ന്യൂജൻ ഷർട്ടൊക്കെ ഇട്ടേക്കണു. ന്യൂജനാണ്. ഓക്കെ, സന്തോഷല്ലേ? പിന്നെ വളരെ സന്തോഷമാണ്. ഓണം അതിഗംഭീരാവട്ടെ. ഗംഭീരാവട്ടെ. ഓണസദ്യയൊക്കെ കഴിഞ്ഞങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അതിന്റെ ഒരു ക്ഷീണൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോ ഇങ്ങോട്ട് മുന്നിലോട്ട് കയറി ഇന്നേ എന്തൊക്കെയുണ്ട് വിശേഷം? ആ പുറകെ പോയിക്കണേ. നല്ല വിശേഷം. ഓണത്തിൻ്റെ നമ്മുടെ ഈ മാവേലി ഫൺ വിത്ത് മാവേലിക്ക് നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ചാനലിലേക്കും ഫോൺ വിളികൾ വരുന്നു. ഇത് എവിടെയാണ്, ആരെയാണ് ബന്ധപ്പെടേണ്ടത്, ഇത് എപ്പോഴാണ് അവർ വരിക, ഇത് എപ്പോഴാണ് സംരക്ഷണം ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തായാലും ചോദിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്തായാലും നല്ല റെസ്പോൺസിബിളാണ് ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓ സന്തോഷം. ഒരു കൈ അടിച്ചേ. ഇതൊരു നല്ലൊരു കാര്യം പറയുമ്പോൾ ആരും കൈയടിക്കണില്ലല്ലോ. ഇതാരാ? അത് ഗായകനാണ്, നമ്മുടെ ആസ്ഥാന ഗായകനാണ്, നമ്മുടെ സ്ഥാപനത്തിന്റെ കുടുംബത്തിലെ ആസ്ഥാന ഗായകനാണ്. നമ്മള് ഒരു പാട്ടൊക്കെ തുടങ്ങിയാലോ? ഒരു പാട്ടോട് കൂടിയിട്ട് നമുക്ക് അങ്ങ് ആരംഭിക്കാം. എന്തായാലും ഈ ഓണത്തിനുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നമ്മൾ തൃശ്ശൂരിൻ്റെ ഒരു ഓണത്തിൻ്റെ വൈബ് അറിയാലോ. പുലിക്കളി ഉൾപ്പെടെ ഓണത്തിന് സമ്മാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മാവേലി പറഞ്ഞ പോലെ പാട്ടിലേക്ക് തന്നെ ആവാം. ഓണമാണ് പൊന്നോണമാണ്, ഓർമ്മകളായിരമാണ്, പോയൊരു നാളിലെ നന്മയാണ്, ഓണമേറെ പ്രിയമുള്ളതാണ്. മാവേലി മന്നൻ ഭരിച്ച നാട്, നമ്മളെല്ലാം ഒന്നെന്ന് ചൊന്ന നാട്, നന്മയുള്ള നാട്, നേരുള്ള നാട്, കേരളമെന്ന് പേരുള്ള നാട്. സന്തോഷായിരിക്കണു. കേരളം എന്ന നാട് ഏറ്റവും സന്തോഷമുള്ളൊരു നാടാണ്. അപ്പോ വെറുതെ വിടണില്ല. നാട്ടുകാർക്ക് മാത്രം സമ്മാനം കൊടുത്താൽ മതിയെന്ന് ഇത് കഴിയുമ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആണോ? അതേ സമ്മാനം കൊടുക്കാൻ പോകട്ടെ. ഒരു കൈയടിച്ചേ. നോമ ഈ പ്രാവശ്യം മൊത്തം തുടങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് തൃശ്ശൂർ ജില്ലയിലുള്ള മുക്കിലും മൂലയിലൊക്കെ നടന്ന് മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അതിൻ്റെ പള്ളിക്കുളം റോഡുള്ള മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരു ഓണക്കോടിയാണ്. ഒരു കോടിയുള്ളപ്പോൾ എന്തിനാ ഈ കോടി? എന്നാലും കാര്യമില്ല, ഇരിക്കട്ടെ. അപ്പൊ സന്തോഷമായോ? സന്തോഷം മാവേലി. അല്ല, നമ്മുടെ മാവേലിയെ ജില്ല മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം മാവേലിയുടെ ചൈത്രയാത്ര തുടരട്ടെ. ഓണം കഴിഞ്ഞാലും 10 ദിവസം കഴിയുമ്പോൾ തീരുമെന്ന് പറഞ്ഞേ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം. ഈ മാവേലിക്ക് എന്നാ ക്രിസ്മസ് വരെ നിന്നൂടെ എന്നൊരു സംശയമുണ്ട്. എന്നാലും സാരമില്ല, സന്തോഷം. എന്തായാലും ഫൺ വിത്ത് മാവേലിയുടെ നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, സമയമില്ലായ്മയാണ്. നോമിന്റെ കൂടെയാണല്ലോ, മുറുക്കെ പിടിച്ചോളണം കേട്ടോ. ഇങ്ങോട്ട് ഇപ്പൊ തരണ്ട, ഇവിടെ നിന്ന് ചോദിക്കട്ടെ. എന്താണ് മൈക്കൊക്കെ പിടിച്ചേക്കണേ? പാട്ട് ഓണം ഇടമരിയായി. ഓണം ആയി. എന്നൊരു പാട്ട് പഠിക്കോ? പാട്ട് പാടുക, ബാക്കിയുള്ള എല്ലാവരും ഓടും. എന്നാ വേണ്ട കേട്ടോ, നീപ്പ എങ്ങനെയാലും കഴിച്ചോട്ടെ. മോമനേക്കല നല്ല കുണക്കനാണല്ലോ, മോമനേക്കല നല്ല ഇതാണല്ലോ. ആരും ഇല്ലേ ലോട്ടസ് മാല? ആരും ഇല്ലേ? ആരും എടുത്തില്ലേ ലോട്ടസ് മാല? അതാണ്ടോ നമ്മുടെ ലോട്ടസ് മാലയൊക്കെ ഇട്ടിട്ടാ വന്നേക്കണേ. കൊണ്ടാ പാതാളത്തിലെ ലോട്ടസ് മാലയൊക്കെ ആയി. എങ്ങനെയുണ്ട് ഓണാഘോഷം? നല്ല ആഘോഷം. നമ്മളിവിടെ ഇപ്പൊ തന്നെ ആദ്യം ആഘോഷിച്ചു. എത്ര ഗ്ലാസ് പായസം കുടിച്ചു? 2 ഗ്ലാസ്. എന്തായി ഓണാഘോഷം? നന്നായി പോണു. പിന്നെ ഇനി എന്താ പരിപാടി അടുത്തത്? ഡാൻസ് കളിക്കാം. ഇപ്പൊ ഡാൻസ് ഉണ്ടല്ലോ. എന്നാ ഡാൻസ് കളിച്ചോ. എല്ലാവരും കൂടിയിട്ട്. എല്ലാരും കൂടി കളിക്കണ എന്തിനത്? അതിപ്പോ ലാസ്റ്റ് അല്ലേ? അത് ഓമൻ കളിക്കില്ലേ? അപ്പൊ മതി. അങ്ങനെ മാറി. എന്താ വിശേഷം? എന്താ പേര്? സൂര്യ. ഇവിടെ ഇനി ഓരോരുത്തരും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ DTP സെക്ഷനിൽ ആങ്കറാണ്. റീഡർ. പേര് പറയേ. ആദ്യം പറഞ്ഞു സൂര്യ. മാവേലി കേട്ടില്ല, അതുകൊണ്ട് ലിറ്റി. സബ് എഡിറ്ററാണ്, റീഡറാണ്. ഞാൻ സ്മിത, ന്യൂസ് റീഡറാണ്. നീ ആരാ? ഞാൻ അമ്മയുടെ മോൻ. അതാണ്. തൊട്ട് മുന്നിലേക്കണം അമ്മയുടെ. പറഞ്ഞോ. പ്രിയങ്ക, റീഡറാണ്. ലിബീഷ്, ന്യൂസ് റീഡറാണ്. നമ്മുടെ ഫിന്നിയേട്ടൻ കേട്ടോ. നോമൻ ആദ്യം തന്നെ പഠിച്ചു, പാതാളത്തിന് വന്നപ്പോൾ തന്നെ പഠിച്ചാ. എൻ്റെ പേര് ഫിന്നി, ന്യൂസ് എഡിറ്റിംഗ്. സിജി, ന്യൂസ് റീഡറാണ്. ജിജി ആന്റണി, റിപ്പോർട്ടറാണ്. ഇസ്മയിൽ, വിഷ്വൽ എഡിറ്ററാണ്. മണികണ്ഠൻ, മാർക്കറ്റിംഗ്. രാജു വെട്ടുകാടൻ, റിപ്പോർട്ടർ. എൻ്റെ പേര് ആൻഡു. അനുവാനന്ദ്, എഡിറ്റർ. പ്രസീൻ, എഡിറ്ററാണ് വീഡിയോ. അഭിജിത്ത്, റിപ്പോർട്ടർ. എല്ലാമാണ്. റിജോ, എഡിറ്റർ. ഞാൻ അഗസ്റ്റിൻ, റിപ്പോർട്ടർ. മാഹിൻ, മാർക്കറ്റിംഗ് ആണ്. പ്രഭാകരൻ, അക്കൗണ്ടന്റ്.
അപ്പോൾ ഇത് മഹിൻ ഭായ് എന്ന് ഞാൻ വിളിക്കും എന്ന് വെച്ചാൽ നോമ എങ്ങനെയാ ഭായ് എന്ന് വിളിക്കണേന്നല്ലേ. അപ്പം ഇങ്ങനെ സഞ്ചരിച്ചു പോയപ്പോൾ ഇന്നലെ ഒറീസയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ വന്നു കേട്ടോ. ആ ഒറീസയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് അവർ മലയാളം സംസാരിക്കണേന്നറിയോ. അവർ മലയാളം നോമിനേക്കാൾ നന്നായിട്ട് മലയാളങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു ഫൺ വിത്ത് മാവേലി കണ്ടിട്ട് മലയാളം പഠിച്ചു എന്ന്. അതാണ് അവരുടെ ആ ഒരു സന്തോഷം. കാരണം എന്താ പറയുക, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇതിൻ്റെ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഈ നിൽക്കണ തൊപ്പിക്കാരനാ. ഈ തൊപ്പി ഊരിയിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. നോമ കിരീടം വെച്ചിട്ടും നടക്കും, ദേഹം തൊപ്പിയും വെച്ച് കിടക്കും. എന്തായാലും പറഞ്ഞോളൂ. അല്ല, ഇതിനിപ്പം ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. TCനെ സംബന്ധിച്ചും ബാക്കി ഏതൊരു പ്രോഗ്രാമിൻ്റെ ഡിമാൻഡിനേക്കാളും ഒരുപടി മുന്നിലാണ് നമ്മുടെ മാവേലി നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ വായിട്ടടിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് എനിക്ക് ബാർഗൻ ചെയ്യാനോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. അവരുടെ ജസ്റ്റ് എനിക്ക് ഒരു പ്രസൻറ്റേഷൻ, അവരുടെ ജസ്റ്റ് ഇതിന് പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ. അവർ ഓക്കെ പറഞ്ഞു. ആ ഒരു പറഞ്ഞ ഒരു എമൗണ്ടിനകത്തുനിന്നോ ഒരു തരത്തിലുള്ള ഒരു രൂപ പോലും അവർ കുറച്ച് ചോദിച്ചില്ല. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് ഇത്രയും സക്സസ് ആയത്, ഇത്രയും റീച്ച് വന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സന്തോഷമുണ്ട്. ഇത് മാവേലിയുടെ വിജയം അല്ല കേട്ടോ. മാവേലിക്ക് ഒരു വിജയമില്ല. മാവേലി ഇങ്ങനെ കിരീടം വെച്ച് കൊട ചൂടി ഇങ്ങനെ നടക്കുന്നുള്ളൂ. പക്ഷെ ഈ നിൽക്കുന്ന ആളുകളാണ് ഇതിൻ്റെ വിജയം. ഇത് TCBയുടെ കുടുംബത്തിൻ്റെ ഓണാഘോഷം നടക്കുന്ന ഒരു വേളയാണ്. അവിടേക്ക് നോമൊന്ന് കടന്നു വന്നു. ബാക്കിയുള്ള സ്ഥലത്ത് ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരോടൊക്കെ പറഞ്ഞു ഓരോ സമയം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഓണാഘോഷത്തിനിടയ്ക്ക് ഒന്ന് കടന്നു വന്ന് സംസാരിച്ച് ഇതൊക്കെയാണ് TCBയുടെ യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. പ്രേക്ഷകർ കാണുന്നത് ഒരു പക്ഷേ ഞങ്ങളെപ്പോലെ അതേ നിൽക്കുന്ന അവതാരികളെ പോലെയൊക്കെ കുറച്ച് ആളുകളെയൊക്കെയാണ് മുഖങ്ങൾ കാണുന്നത്. പക്ഷെ മുഖങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകളാണ് ദാ ഈ നിൽക്കുന്ന ആളുകളൊക്കെ. ഇവരൊക്കെ അകത്തേ ഇരിക്കുള്ളൂ, പുറത്തിരിക്കില്ല. വെയിൽ കൊള്ളുണ്ടല്ലോ അല്ലേ? AC ഉണ്ടല്ലോ. ഉണ്ടല്ലോ, അതാണ് പരിപാടി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിലും കൊണ്ടും മഴയും കൊണ്ടൊക്കെ നടന്ന് കാണും. പക്ഷെ ഇവരുടെ കയ്യൊപ്പും കൂടെ ഉണ്ട് ടീം TCB എന്ന് പറയുമ്പോൾ. ജില്ലയുടെ സ്വന്തം ചാനൽ ഒരു സുപ്രഭാതത്തിലായതല്ല, അതാ ഈ നിൽക്കുന്ന ആളുകളുടെയൊക്കെ അഹോരാത്രം അധ്വാനാണ്. അപ്പോൾ സന്തോഷമായിട്ട് പോവുക, ഓണം സമൃദ്ധമായിട്ട് ആഘോഷിക്കുക. കാരണം ടീം TCB പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തരുന്നത് നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ്. അതങ്ങോട്ട് ആവോളം ആസ്വദിക്കുക. ഇനി ആരാ ഒരു പാട്ട് പാടിത്തരണേ? ആ ഉണ്ട്, ഒരു പുരുഷപ്രജ. ഇവിടെ പെൺപുലികൾക്കല്ലേ എത്ര വലിയത്. പുരുഷപ്രജ എന്താ ലിപിച്ചേട്ടൻ ആദ്യം ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഓണാണല്ലേ TCBയുടെ ഒപ്പം ആദ്യത്തെ ഓണം. ഒരു കൈയടിച്ചേ. സാമ്പാർ സൂപ്പർ. പായസം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും മോശമല്ല. എല്ലാം കഴിച്ചോ? എല്ലാം കഴിച്ചു. അത് മതി, വയറ് കണ്ടറിയാം. അപ്പൊ റെഡി. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി. അരവാരം തകതാളം തല്ലി അരവണിക്കിങ്ങിനി ഇക്കിളിവാകി. അരവണിക്കിങ്ങിനി ഇക്കിളിവാകി. ഇമകളെന്തു ഭംഗി അവളിലെ കവിളിനെന്തു കാന്തി. ഇമകളെന്തു ഭംഗി അവളിലെ കവിളിനെന്തു കാന്തി. അതരമാതൃമധുരം നുകരാൻ മോഹമില്ല കരളേ, മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ. ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഏതോ ഒരു ദുഃഖാനാട്ടോ, ഏതോ കരല് നഷ്ടപ്പെട്ടപ്പോ എഴുതിയ പാട്ടാണ്. കുഴപ്പമില്ല, കണ്ടുപിടിച്ചു. ഇനി ആരാ അടുത്ത പാട്ട്? അപ്പൊ സമ്മാനമുണ്ട്. അയ്യോ സമ്മാനം ഇല്ല, സമ്മാനം തരാനൊന്നും അവൻ പോവില്ല കേട്ടോ. ഇതിങ്ങനെ കൊടുത്ത് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ മുണ്ട്? മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് നമ്മുടെ അരളിയിൽ ഒരു കുളി. എന്നിട്ടാണ് ബുദ്ധിമുട്ടാ എന്തേലും ആവട്ടെ. ആ പൂ പാട്ട് പാടിയ അല്ലേ മോശം. എല്ലാരും കൂടെ കൂടിയിട്ട് നമ്മുടെ സാർമാരെല്ലാരും കൂടെ കൂടിയിട്ട് ഒന്ന് പിടിച്ചു കൊടുത്തോളൂ. വന്നോളൂ. സന്തോഷായി. ഇവിടെ ഒരു 3 പേരോട് നിൽപ്പുണ്ടാട്ടോ. അവരിപ്പോ വന്നാണേ. അവരോട് ചോദിക്കട്ടെ. വേഗം പറഞ്ഞോ പേര്. സുധി. വേഗം പറഞ്ഞോ. അപ്പൊ ഏതാണ് സൗണ്ട് സൗണ്ട് നന്നായിട്ടൊക്കെ കിട്ടണോ? കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ കിട്ടണം. കൃഷ്ണ പ്ലൈവുഡ്. വിഷ്ണു ഇങ്ങോട്ട് വന്നേ. ഒരു കൈയടിച്ചേ. ഈ പോക്കറ്റിലേക്ക് കറുത്ത എന്നെ പിടിച്ച് വലിക്കരുത്. പറഞ്ഞോളൂ. എന്റെ പേര് ലിയോൺ. ഞാൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമേ ഉള്ളൂ. പറഞ്ഞോ.
കാരണം TCBയുടെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നന്നായിട്ട് കണ്ടുപിടിച്ചോട്ടോ. എവിടെയെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി ആളെ. എന്തായാലും സന്തോഷമുണ്ട്. നോമ വലിയ മനസ്സോടും സന്തോഷത്തോടു കൂടിയാണ് നോമ ഇവിടുന്ന് പോകുന്നത്. കാരണം ഒരുപാട് നേരം ഈ കുടുംബത്തോടൊപ്പം ചെലവഴിക്കണമെന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ വാർത്തകളല്ല, അല്ലെങ്കിൽ വിശേഷങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് പ്രാധാന്യം. ഇത് താഴെ കാണുന്ന നമ്പർ കണ്ടോ? ആ താഴെ കാണുന്ന നമ്പർ രാത്രിയിലൊന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. എന്തായാലും സന്തോഷമുണ്ട്. ഓണം ആഘോഷിക്കുക. ഏറ്റവും കൂടുതൽ വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് നമ്മൾ ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് ഒരുക്കിയിരുന്നത്. അതിൻ്റെ യാത്രയിൽ അത്തം തുടങ്ങിയതാണ് ഫൺ വിത്ത് മാവേലി. അത് ഉത്രാടത്തിന് അങ്ങ് സമാപിക്കുകയാണ്. അപ്പോൾ നോമിനെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരുക്കുന്നത് ആരാന്നറിയാമോ? നന്ദനം കളക്ഷനിലെ സജീവേട്ടനാണ്. മനുഷ്യൻ്റെ അടുത്ത് രാവിലെ പോയി ഇരിക്കണം. ഒരു 1.5 മണിക്കൂറാണ് ഒരുക്കം. പക്ഷേ ഈ ഒരുക്കിയത് മാത്രം കഴിഞ്ഞില്ലല്ലോ. ഈ ഒരുക്കിയത് മനോഹരമായിട്ട് ഒപ്പിയെടുത്ത് അത് എത്തിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറായ സിബി പൊട്ടൂരാണ്. ആരുമില്ല കയ്യടി. അതിൻ്റെ ഡയറക്ടറാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറും ക്യാമറയും എല്ലാം ആൾ തന്നെയാണ്. പറ്റി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ആളുണ്ട് കേട്ടോ. നീ വന്നേ ഇങ്ങോട്ട്. ഫോണും പിടിച്ചിട്ട് നിൽക്കുക അവിടെ. ഇട്ട് വാ. ഇത് കണ്ടോ നമ്മുടെ സാരഥിയാണ്, ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സാരഥി. ഹായ് കൊടുക്ക്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സാരഥിയാണ്. അങ്ങനെ ഈ ഒരു ടീമാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഈ ഫൺ വിത്ത് മാവേലി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. മനോഹരമായൊരു പാട്ടോട് കൂടിയിട്ട് ഞങ്ങൾ അവസാനിക്കുന്ന മുമ്പാട് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി ഞങ്ങൾ പറയേണ്ട ഒരു ടീമുണ്ട്. അവരാണ് ഈ ഓണക്കോടിയും ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ടീം TCB നന്ദി പറയുന്നു. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് ഞങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് പ്രായോജകരായിട്ട് മുന്നോട്ട് വന്നത്. സന്തോഷം, നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഇനി എന്താണെന്നോ ഒരു പാട്ട്, ഡാൻസ്, അടിച്ചു പൊളിച്ച് ഓണം മൂഡ് അല്ലേ? ഇങ്ങോട്ട് വാങ്ങട്. അപ്പൊ പാടുമല്ലേ? അപ്പൊ 6:30 ഇങ്ങോട്ട് നീങ്ങുന്നേ. നിങ്ങൾ വേറെ പാട്ടാണോ? നിങ്ങൾ എങ്ങനെ പാടുക? അപ്പൊ തുടങ്ങിക്കോളൂ. മാവേലി, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഫൺ വിത്ത് മാവേലി TCBയുടെ പ്രേക്ഷകരെ ഞങ്ങൾക്ക് വേണ്ടി സന്തോഷിപ്പിച്ചത്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ടീം TCBയുടെ ഭാഗമായത് ജോബി ജോണാണ്. നേരത്തെ അദ്ദേഹം ഇതെല്ലാം തന്നെ പറയുമ്പോഴും ഈ കോസ്റ്റ്യൂമിനുള്ളിൽ ഈ മാവേലിയുടെ ഈ ഒരു മിത്ത് തന്നെയാണ് നമ്മളെല്ലാവരെയും ഓണത്തിന്റെ ഒരു മൂഡിലേക്ക് എത്തിക്കുന്നത്. ഈ ലോകം മുഴുവനും ഓണത്തിന്റെ ഒരു ചിഹ്നമായിട്ട് മഹാബലി എത്തുമ്പോൾ അതിന്റെ ഒരു ഐക്കണായിട്ട് TCBക്ക് വേണ്ടിയിട്ട് ജോബി ജോണാണ് ഈ വേഷമിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മാവേലിക്ക് വേണ്ടിയിട്ട്, മാവേലിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പോ നമ്മുടെ പാട്ടിന് നേതൃത്വം നൽകിയത് സിജി ആണ്, സിജി ജോസ്. അപ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നോളൂ. അപ്പോൾ മനോഹരമായൊരു ഓണക്കോടി അങ്ങോട്ട് സമ്മാനം കൊടുക്കുകയാണ്. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി അങ്ങോട്ട് സമ്മാനം നൽകുകയാണ്. സന്തോഷമായി. ഞാനല്ല കൊടുക്കുന്നത് കേട്ടോ, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. സാറുമാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. ഹാപ്പി ഓണം. എന്നിട്ട് ഇറാനോ? ഇറല്ല എന്ന് ഉറക്കെ പറയങ്ങട്. അങ്ങനെ ഇവിടെ വല്ലവരും പറയാവോ? അപ്പൊ നമ്മള് മൊത്തം അറപ്പ്. ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ. ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ. നേരം പോയെന്റെ ദേവരെ, കോലം പോയെന്റെ തോഴരെ, കളിവാക്കും ഒളി നോക്കും മതി പൊന്നേ വന്നാടേ. ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ. ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ. മാറി നിൽക്കാൻ എന്തേ, മാറി നിൽക്കാൻ എന്തേ. അപ്പൊ ഓണം
ആസ്വദിക്കുക. നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. തൃശ്ശൂരിന്റെ പല ഭാഗത്തിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകുന്നു. തൽക്കാലം ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഓണാഘോഷം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പാട്ട് കളിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഒരു ഇടവേള എടുത്താലോന്നൊരു ചിന്ത. അപ്പൊ ഇടവേള എടുത്തെന്ന് പറഞ്ഞാൽ വലിയ ഇടവേളയൊന്നും അല്ല, ചെറിയൊരു ഇടവേള. ആരും എനിക്ക് പോകുന്നു വേണ്ട, അവിടെ തന്നെ ഇരുന്നോ. അപ്പോ ഫൺ വിത്ത് മാവേലി, മനിക ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിലെ ചെറിയൊരു ഇടവേള. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തം മുതൽ നഗരത്തിലൂടെ. അപ്പോൾ കോർപ്പറേഷനിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. എന്നാലും ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നഗരപിതാവ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാലും ഒന്ന് കയറി നോക്കാം. പോവാ. അപ്പോൾ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കണ്ടോ. കുറെ ആൾക്കാരൊക്കെ കൂടി നിൽക്കണു. നോമനെ സ്വീകരിക്കാനായിട്ട് ഇതാ നിൽക്കണോ. കണ്ടോ, നോമനെ സ്വീകരിക്കാനായിട്ട് നിന്നേക്ക. ഹാപ്പി ഓണം. നിക്ക. ഇവരൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. പേര് പറഞ്ഞോ. നസീർ, സ്ഥലം എവിടെയാ? പാലക്കാട്. രഞ്ജിത്ത്, പോട്ടൂര്. പ്രസാദ്, കേച്ചേരി. രണ്ടുപേര് പോയോ? തിരക്ക് പിടിച്ച് പോയവര്? ഇവിടെ എന്താ അത്ര തിരക്കുന്ന്? അന്ന് ഓണത്തിന്റെ പ്രോഗ്രാം നടക്കണതുകൊണ്ട് ഇവിടെ കുറെ മല്ലന്മാരൊക്കെ നിൽക്കണ്ടല്ലോ. വടയൊക്കെ ഇട്ടിട്ട്. വടംവലിയാണോ? അതെ, വടംവലിയ. നിങ്ങൾക്കല്ലേ മത്സരങ്ങള്? ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യണ്ടേ? ഇടയ്ക്കാണല്ലേ? അതെ. അപ്പൊ നമുക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അടിപൊളിയാക്കാം. അപ്പോ നോമ പറഞ്ഞ പോലെ തന്നെ നഗരപിതാവ് അതിനകത്ത് ഉണ്ടോന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ഒന്ന് സംസാരിച്ചിട്ടൊക്കെ വരാട്ടോ. അപ്പൊ നോമ ഇപ്പൊ എത്തിയിരിക്കുന്ന എവിടെയാന്ന് അറിയാമോ? തൃശ്ശൂർ നഗരപിതാവിന്റെ അടുത്താ. ഇവിടെ വരെ വന്നിട്ട് നഗരപിതാവിനെ കാണാണ്ട് പോകാൻ പറ്റിയോ? അപ്പോ ഇവിടെ ഉണ്ടോന്നൊന്നും അറിയില്ല. എന്നാലും ഒന്ന് തട്ടി നോക്കാം. തുറക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു വാക്കൊന്ന് സംസാരിക്കട്ടെ. എങ്ങനെ പോവാ? അങ്ങോട്ട് കയറാനേ. നല്ല തിരക്കാന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഓണത്തിരക്കാണോ? തിരക്കാണ്. ഇവിടെ വരെ വന്നിട്ട് നോമ നഗരപിതാവിനെ കാണാണ്ട് എങ്ങനെയാ പോവാ? അതുകൊണ്ട് എന്തായാലും എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ നോമ ഇങ്ങനെ വരാറുണ്ട്. അപ്പോ എങ്ങനെയാ ഹാപ്പി ഓണം തുടക്കം തന്നെ തരട്ടെ. എന്താണ്, എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തിൽ വന്നതിന് ശേഷം? പാതാളത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ എന്താ സ്ഥിതി? നോമ തൃശ്ശൂരിലൂടെ നടന്നപ്പോ പറയാതിരിക്കാൻ വരില്ല കേട്ടോ. എന്നാലും നഗരപിതാവിനോട് പറയാന്ന് വെച്ചാല് പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല. എന്താ ഭംഗി. നഗരം മൊത്തം അങ്ങോട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്തും മാലിന്യങ്ങളില്ല. കാരണം അതാണ് നോമ ആദ്യം കണ്ടപ്പോ കിട്ടിയ ഒരു സന്തോഷം. ഇതൊക്കെ എങ്ങനെ സാധിക്കണോ? അപ്പൊ മാവേലി മൊത്തമായിട്ട് തൃശ്ശൂരിനെ ഒന്ന് കറങ്ങി എന്നർത്ഥം. അത്തത്തിന്റെ അന്ന് നോമ വന്നിട്ട് ഒന്ന് കറങ്ങിയപ്പോ കണ്ടത് മാലിന്യങ്ങൾ ഒരു സ്ഥലത്തും കൂടി ഇല്ല. അത് അന്വേഷിച്ചു. അത് എന്താണെന്നൊന്ന് അറിയണല്ലോ. സൂത്രം ഞങ്ങൾ അങ്ങോട്ട് ചെയ്തു. ഒരു സൂത്രം ഇതായിരുന്നു. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഒന്നാമതായിട്ട് വൃത്തിയുടെ കാര്യത്തിൽ അവാർഡ് മേടിച്ചത് തൃശ്ശൂരാ. സന്തോഷായിരിക്കണു. അതെങ്ങനെയൊക്കെ? അതിനകത്ത് നമ്മളിപ്പോ ഒരു സ്ഥലത്തും വലിച്ചെറിയാൻ സമ്മതിക്കില്ല. എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി, ഗാർഡൻ ഉണ്ടാക്കി, റോഡ് സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് മൂടി അങ്ങോട്ട് പിടിപ്പിച്ചു.
പുലിക്കളിയല്ലേ വരാൻ പോണേ. അതിൻ്റെ ഭാഗമായി നമ്മൾ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തും ദേശീയ തലത്തിൽ നമ്മൾ പണ്ട് റാങ്കിങ് ഉണ്ടായിരുന്നത് 1855 അതങ്ങ് മാറ്റി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 58. അതായത് ഇന്ത്യയിലെ 58ാമത്തെ റാങ്കിൽ കേരളത്തിലെ 1-ാം റാങ്കിലാണ് നിൽക്കണേ. അത് നമ്മുടെ തൃശ്ശൂരിന്റെ പ്രത്യേകത അതാണ്. പിന്നെ ഇപ്പം മറ്റൊരു കാര്യം ഇവിടെ എന്നുള്ള പ്രശ്നം കുടിവെള്ളത്തിൻ്റെ ആയിരുന്നു. കുടിവെള്ളത്തിന് നമ്മളൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി. എല്ലാവർക്കും സൗജന്യമായിട്ട് കണക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. മൊത്തം എല്ലാവർക്കും ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും കണക്ഷൻ വേണമെങ്കിൽ സൗജന്യമായി കണക്ഷൻ 10-15,000 രൂപ ചെലവ് വരുന്നത് പാവപ്പെട്ടവനും വലിയവനും എല്ലാവർക്കും സൗജന്യമായി കണക്ഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി. അപ്പോൾ അത് അവസാനിച്ചു പോകും. ഗംഭീരമായിട്ടുണ്ട്. അപ്പോ നോമ ഈ റോട്ടിൽ കൂടെയൊക്കെ എന്തായാലും സൂപ്പർ ആവണം കേട്ടോ കാര്യങ്ങളാ. നോമ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നോമനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുക. അതാണ് വേണ്ടത്. ഒരു നഗരപിതാവിൻ്റെ ആസൂത്രണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ. അപ്പോൾ നോമ ഈ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഭംഗിയുണ്ട്, ചില സ്ഥലത്തൊക്കെ പഴയ അവസ്ഥ തന്നെയാണ്. എന്താണത്? അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ഞാനൊരു തീരുമാനം കൂടെ എടുത്തു. തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മൊത്തം തൃശ്ശൂരിൻ്റെ സിറ്റി മുഴുവൻ ചതുപ്പ് നിലങ്ങളാണ്. അപ്പം നമ്മൾ സാധാരണ തരത്തിൽ റോഡുകൾ പണിതാൻ നിൽക്കണില്ല. അതിന് പകരം നമ്മളൊരു BMBC റോഡുകളാണ് ഇപ്പോൾ പുതിയത്. 30 BMBC പ്രധാനപ്പെട്ട റോഡുകൾ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കുറുക്കഞ്ചേരി മുതൽ സ്വരാജ് റൗണ്ട് വരെയുള്ള റോഡ് അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാരണം അമ്പലത്തിൽ നിന്ന് ആൾക്കാർക്ക് എളുപ്പം വരാനും ആ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കിടന്നിരുന്നത്. അത് നമ്മളെന്ത് ചെയ്തു? ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ആദ്യമായിട്ടാണ് കോൺക്രീറ്റ് റോഡാണ് പണിതു. അതോടുകൂടി ഇപ്പോൾ ആൾക്കാർ വളരെ ഹാപ്പിനി. അതുപോലത്തെ റോഡുകളും ടൈൽസ് ഇടാനാണ് പോകണം. ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഞാൻ അടുത്ത പ്രാവശ്യം പാതാളത്തിൽ നിന്ന് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പരമാവധി മാറ്റങ്ങൾ ഉണ്ടാക്കി. അതാണ് നോമ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. തിരക്കാണെന്ന് എനിക്കറിയാം. ഇത് എവിടം വരെ എത്തിയെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മുടെ 4-ാം ഓണത്തിന്റെ പുലിക്കളി കഴിഞ്ഞിട്ടേ നോമ്പ് മടങ്ങുന്നുള്ളൂ. ഈ പ്രാവശ്യം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അവരുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുവോ? അതല്ല, അതിൽ പ്രത്യേകത ഉണ്ടെന്ന്. ഞാൻ വന്ന് കയറിയപ്പോൾ 2020 ഇവിടെ വന്നു. അന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ സമയത്ത് വരുമ്പോൾ 5 പുലിക്കളി ടീമോടെ ഉള്ളൂ. അതിന് മുമ്പൊക്കെ പണ്ട് കാലത്ത് 20-22 ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ് പോകുമ്പോൾ ഞാനത് പറഞ്ഞു, തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയണ ഒരു സാധനം പുലിക്കളിയാണ്. അപ്പോൾ ആ പുലിക്കളിയിൽ ഞങ്ങൾ പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്ത് ഈ പ്രാവശ്യം 9 ടീമിനെ ഇറക്കിയിട്ടാണ് നമ്മൾ കളിക്കാൻ പോണേ. ഒപ്പം തന്നെ കഴിഞ്ഞില്ല, ഈ പ്രാവശ്യം നമ്മൾ പെൺപുലികൾ ഇറക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. 5 പേര് തയ്യാറായിട്ട് വന്നിട്ട് അവരും ഞങ്ങൾ ഇറക്കും. അപ്പോൾ ഒരു മാറ്റം ഇപ്പം ഉണ്ടാവും. സ്വരാജ് റൗണ്ടിൽ ഈ പറയുന്ന സെപ്റ്റംബർ 8-ാം തീയതി 4 ഓണത്തിൻ്റെ അന്ന് പുലികൾ അങ്ങോട്ട് നിറയും. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല പുറമെയുള്ളവർക്കും മറ്റ് രാജ്യക്കാർക്കും വിദേശ രാജ്യക്കാരും ഒക്കെ വരാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേക സമയമാണ്. അതുപോലെ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം ഒരു കാരണവശാലും അവധി കൊടുത്തേ പറ്റൂ. അതിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുട്ടികൾക്കും കാണേണ്ട ആളുകൾ അങ്ങോട്ട് നിറയും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം ഇവിടെ നോമ ഇങ്ങനെ നടന്ന് വന്നിട്ടപ്പോ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിന്റെ ആ ഭാഗത്തോടെ ഇങ്ങനെ നടക്കുക. അപ്പൊ ഉണ്ട് മുകളിലോട്ട് നോക്കിയപ്പോ ഒരു വട്ടത്തിലൊരു സാധനം. ഇതെന്താന്ന് കയറി നോക്കി കഴിഞ്ഞപ്പോ എന്താ രസം! ആകാശപാത. എത്രയോ ആളുകൾ അങ്ങനെ ആസ്വദിക്കണത്. ഗംഭീരായിരിക്കണം. അത് രാത്രി സമയത്ത് അതിന്റെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അല്ലേ? നമ്മളെ എല്ലാ ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്, ഇത് തൃശ്ശൂരാണോ എന്ന് വരെ ചോദിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു തൃശ്ശൂർ തന്നെ. നമ്മുടെ പഴയ തൃശ്ശൂരൊക്കെ മാറിയില്ലേ? തൃശ്ശൂരിൻ്റെ സ്ഥിതി മാറി. പഴയ ഗൗരവത്തിലുള്ള തൃശ്ശൂരൊക്കെ പോയി എല്ലാവർക്കും രാത്രിയും പകലും എപ്പോൾ വേണമെങ്കിൽ നടന്നു പോകാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നോമ സന്തോഷം കൊണ്ട് ചോദിക്കണേ, തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ മനസ്സിനൊരു സംതൃപ്തി അല്ലേ? ഞാൻ വന്നത് ഇപ്പോൾ 2020 തിരിഞ്ഞു നോക്കുമ്പോൾ 1500 കോടി രൂപയുടെ വർക്ക് ഞാൻ ഈ 5 വർഷക്കാലം കൊണ്ട് എല്ലാവരുടെ സഹായത്തോടു കൂടി ചെയ്തു തീർത്തിട്ടുണ്ട്. ഇവിടെ നീ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനി 1500 കോടി രൂപ നമ്മൾ എപ്പോൾ ഈ പ്രാവശ്യം കലക്കിയേക്കണേ. എല്ലാം ഭംഗിയാക്കിൻ്റെ ഒരു വിട്ടുവീഴ്ചയില്ല. സന്തോഷമായിരിക്കട്ടെ. ഇത് തന്നെയാണ് ആ സമ്പൽ സമൃദ്ധം. നോമ്പ് ഭരിച്ചിരുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളപ്പറയും ചെറുനാഴിയും ഉണ്ടായിരുന്നില്ല. അന്ത കാലമൊക്കെ പോയി. എൻ്റെ മാവേലി വരുമ്പോൾ ഇപ്പോൾ അവിടേക്ക് എത്തിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. ഇരിപ്പുള്ള ആൾക്കാർ അങ്ങനെ വിശ്വസിച്ച് പോകാനും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. സത്യമാണ്. എന്തായാലും പതിവ് തെറ്റിക്കുന്നില്ല. ആ നോം വന്നു, നഗരപിതാവിന് ഒരു സമ്മാനം കൊണ്ട് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും പതിവുള്ളതാ. അപ്പോ നമ്മുടെ ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഓണം
വർഷത്തിലൊരിക്കലേ വരൂ. മാവേലി തമ്പുരാൻ ഒരു കാലഘട്ടത്തിൽ രാജാവായി വാണിരുന്ന മലയാളികളുടെ നാടാണ് കേരളം. ആ കേരളത്തിനകത്ത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. വരും തലമുറ അറിയണം അങ്ങനെയും ഒരു നാട്, അങ്ങനെയും ഒരു രാജാവ് ഭരിച്ച അന്ന് ഉണ്ടായിരുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നെഞ്ചിൽ കൈവച്ച് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്. വലിയ ആഘോഷത്തോടു കൂടി ഓണം നമുക്ക് ആഘോഷിക്കണം. എല്ലാവർക്കും ഓണാശംസകൾ. ഈ സന്തോഷമായി. അപ്പോൾ പതിവ് തെറ്റിക്കുന്നില്ല, നമ്മൾ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഒരു ഓണക്കൂടി അങ്ങോട്ട് കൊടുക്കാൻ പോവാം. സന്തോഷമായോ? സന്തോഷമായിട്ടോ, വളരെ സന്തോഷം. മാവേലി ഇനിയും വരണം കേട്ടോ. തീർച്ചയായിട്ടും തൃശ്ശൂർ ഇല്ലാതെ നമുക്കൊരു ആഘോഷമില്ല. കാരണം നാം വന്നപ്പോൾ ഈ പ്രാവശ്യം കണ്ടത് 17-18 വർഷമായിട്ടുള്ള ആ അത്തപ്പൂക്കളം. ഹൈ, എന്താ ഭംഗി! 1500ഓളം കിലോ പൂക്കൾ വെച്ചിട്ട് എന്താ ഭംഗി! നന്നായിട്ട്, വളരെ നന്നായിട്ട് നടന്നു കേട്ടോ. ഞാനും പോയി കണ്ടു. അത് കാണേണ്ട വിഷയമാണത്. എല്ലാ വർഷവും അവർ ഇതേപോലെ തന്നെ മാവേലിയെ വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നാണ് എപ്പോഴും പറയാറ്. അപ്പോൾ ഒരു ഹാപ്പി ഓണം കൊടുത്തേനെ എല്ലാവർക്കും, ലോകം മലയാളികൾക്കും അതുപോലെ തന്നെ എല്ലാ മലയാളികൾക്കും, എല്ലാ പൗരാവലിക്കും ഓണാശംസകൾ. സന്തോഷമായിരിക്കണു. എവിടെ വരെയായി ഓണത്തിന്റെ തിരക്കാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ പ്രാവശ്യം പുലിക്കളി എല്ലാം കൂടെ ആളുകളുടെ ഒരു തിരക്കിലേക്ക് എത്തും. കാരണം നോമ അത്തച്ചമയത്തിന് ഇവിടെ ആ ദിനത്തിൽ വന്നപ്പോൾ കണ്ടത് വ്യത്യസ്തമായ ഒരു തിരക്കാണ്. ആളുകൾ വടക്കുന്നാഥന്റെ മുൻപിലേക്ക് വരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഉത്രാട പാച്ചിലും അതോടൊപ്പം തന്നെ പുലിക്കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഗതാഗത കുരുക്ക് തന്നെ ആകും തൃശ്ശൂരില്ലേ? ഉണ്ടാവും, ഗതാഗത കുരുക്ക് ഉണ്ടാവൂല. എല്ലാവരും റോട്ടിലേക്ക്, എല്ലാവരുടെ വീട്ടിൽ 2-3 വാഹനമാണ്. അത് മോൻ ഒരു വാഹനം കൊണ്ടുവരും, അമ്മ വേറെ വാഹനം കൊണ്ടുവരും. അപ്പൊ ഗതാഗത കുരുക്ക് ഉണ്ടാവൂല്ലോ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അടിച്ച് ആഘോഷിക്കുകയാണ്. ഈ പ്രാവശ്യം പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയർ പറഞ്ഞ പോലെ വേറൊരു വെറൈറ്റി ആവും ലോകം അല്ലേ? ഒരു പക്ഷേ നമ്മുടെ പൂരത്തിന് ആളുകൾ വരും പോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വൈകാതെ തൃശ്ശൂർക്ക് ഈ 4 ഓണത്തിന് വരും. പുലിക്കളിക്ക് കോർപ്പറേഷൻ മാത്രം 50 ലക്ഷം രൂപയാണ് ചെലവ് ചെയ്യണേ. അവർക്കുള്ള അതിന്റെ സമ്മാനവും പൈസയൊക്കെ നേരത്തെ ആദ്യ ഘട്ടം കൂടെ കൊടുത്തൂലേ? കുറച്ച് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ പണ്ടുള്ള പുലിക്കളി സംഘത്തിനുള്ള പരാതികൾക്കൊക്കെ ഒരു അസ്തമനായി. കാരണം നല്ല കാലത്ത്, അതായത് ആ പരാതികൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അവർക്ക് ഇപ്പൊ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. കളിക്കുവാനുള്ള ഒരു ആവേശം കൊടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ആവേശമാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് അത് പൂർത്തിയാക്കാം. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പോ നമ്മുടെ സന്തോഷമായോ? സന്തോഷം. ഹാപ്പി ഓണം. അപ്പോൾ നോമ പോവാണ് കേട്ടോ. തിരക്കാണെന്ന് അറിയാം. എങ്കിലും ഇവിടെ ഒരാളൂടെ ഉണ്ട്. എല്ലാ പ്രാവശ്യവും പതിവ് തെറ്റിക്കാതെ നോം വന്ന് സംസാരിക്കാറുള്ള. സന്തോഷാണോ? സന്തോഷാണ്. ഓണൊക്കെ ഉഷാറായിട്ട് പോണില്ലേ? ഓണ തിരക്കിലാണോ? അതെ. അപ്പോ അങ്ങനെ നോം അങ്ങനെ പോവുകയാണ്. സന്തോഷം. ഇനി ഓരോ സ്ഥലങ്ങളിലേക്കും പോവാണ്. നല്ല തിരക്കുണ്ട്. സന്തോഷാണോ? ഓണാഘോഷൊക്കെ സന്തോഷാണ്. ഓണം തകർക്കുമല്ലേ? തകർക്കും. ഹാപ്പി ഓണം. എത്ര നാളായി ഇപ്പൊ ഇവിടെ ഇപ്പൊ എത്ര നാളായി? ഇവിടെ 10 വർഷത്തോളം. 10 വർഷമായി. നോമ കഴിഞ്ഞ വർഷവും മുമ്പിലത്തെ വർഷമൊക്കെ വരുമ്പോ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് ചിരിച്ചോണ്ട്. നോമിനെ കാണുമ്പോ ഈ മാവേലി സുഖാലേന്ന് ചോദിക്കും. സന്തോഷമാണല്ലോ അല്ലേ? സന്തോഷം. ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പൊ നോമ അങ്ങനെ പോവാൻ തുടങ്ങാതെ. ഓണം എങ്ങനെയുണ്ട്? ഓണം കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. നാളെ മൊത്തത്തിൽ കുഴപ്പമില്ല. നാളെ ഓണാഘോഷമാണ് കോർപ്പറേഷനിൽ. അടിപൊളിയാണ്. അടിപൊളി. അങ്ങോട്ട് അടിച്ച് തകർക്കുക. പൊളിച്ച് തകർത്ത് അങ്ങ് വരും. അടിപൊളി. അവിടെ പോലെ എങ്ങോട്ടേക്ക് ഓടുന്നേ? അടിപൊളി. അപ്പൊ ഒരു 2 വരി ഒന്ന് പാട്ട് എല്ലാവർക്കും വേണ്ടിട്ട്. ഒരു ഓണപ്പാട്ട് എന്തായാലും നമുക്കൊന്ന് 2 വരി. ഏതായാലും കുഴപ്പമില്ല. എല്ലാരും ഇതല്ലേ ഒരു സന്തോഷം മൂട്. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ. അങ്ങനെ പാട്ട് 2 വരി പാടിയപ്പോ പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞു. പെട്ടെന്ന് പാടിയപ്പോ പെട്ടെന്ന് ഞാനൊരു സമ്മാനം തന്നിട്ട് പോകാൻ പോയിരിച്ചു. അപ്പോ തൃശ്ശൂർ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട ഓണ സമ്മാനം കൊണ്ട് കൊടുക്കണം. 2 പിടിച്ചോ. ഹാപ്പി ഓണം. അപ്പോ ഓണം നന്നായിട്ട് ആഘോഷിക്കാം. ഹാപ്പി ഓണം. നമ്മളിപ്പോ കോർപ്പറേഷനിൽ വന്നപ്പോ ഇവിടെ ഓണാഘോഷത്തിന് വലിയ തിരക്കാണ്. എന്നാലും ജോലി വിട്ടിട്ട് ഒരു ഓണാഘോഷം ഇല്ലെന്ന് പറയണേ. എന്താ പേര്? എന്റെ പേര് ഷക്കീർ. ഇവിടെ സ്ഥലം എവിടെയാ? ചേർപ്പുചാനം. അജീഷ് പഴയന്നൂര്. സനീഷ് മാപ്രാണ ഇരിഞ്ഞാലക്കുട. മാപ്രാണ ഇരിഞ്ഞാലക്കുട. കൊടുങ്ങല്ലൂര്. അനീഷ്. ഗീതോഷ് ദേശമംഗലം. വിപിൻ കോടാലി.
അപ്പൊ എങ്ങനെ ഓണം എങ്ങനെയാ കളറാണോ? പിന്നെ ഓണം അടിപൊളിയല്ലേ? ആക്കുവാണ്. കളറാക്കാണ്. ഞങ്ങൾ ആഘോഷം തുടങ്ങി, ഇന്നലെ തൊട്ട് തുടങ്ങി. കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോ വടംവലി മറ്റു പരിപാടികളുണ്ട്. വടംവലി ആരാ ഏത് ടീമൊക്കെ ഉള്ളത്? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ടീം ഇപ്പുറത്തും അപ്പുറത്ത് നമ്മുടെ ശക്തനിലെ ടീം മത്സരിക്കുന്നുണ്ട്. എങ്ങനെ വലിച്ചെത്തോ? ശക്തമായ മത്സരമാണ്. ശക്തമായ മത്സരമാണ്. അപ്പൊ ആർക്കാന്ന് സമ്മാനം കിട്ടണമെന്ന് അറിയണല്ലോ. ഇതിലാരോ ഒരു പാട്ട് പാടി തരണേ. അപ്പൊ ഷക്കീർ ഭായി പറയണു ഞാൻ അങ്ങോട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടി തരുന്നത്. അതായാലും കുഴപ്പമില്ല. ആരായാലും പാട്ടില്ലേ, നമ്മളങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കില്ലേ? അപ്പൊ അവിടെ തുടങ്ങിയോ? ഉത്രാടരാവേ വരുമോ നീ ഉലയാത്ത പൂനില പുടവ ചുറ്റി അളനങ്ങാതെ അനർത്ഥമില്ലാതെ ആശ്രമവും അറിയാതെ എൻ്റെ ആത്മാവ് പോലും അറിയാതെ. അപ്പൊ ഷക്കീർ ഭായി സമ്മാന വണ്ടി എന്തേ? സമ്മാന വണ്ടി നോമിന്റെ കൂടെ ഒരു സമ്മാന വണ്ടി ഉണ്ടല്ലോ. വന്നു. അപ്പൊ ഷക്കീർ ഭായി വന്നിട്ട് ഒരു അടിപൊളി ഒരു പാട്ടോട് പാടി തന്നിരിക്കുകയാണ്. അപ്പോ തൃശ്ശൂർ മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുക്കാതെ വിചാരിച്ചു. സന്തോഷമായില്ലേ? ഓൻ വന്നു കഴിഞ്ഞാൽ വെറുതെ വരാറില്ല, സമ്മാനം കൊടുത്തിട്ടേ പോവാറുള്ളൂ. അപ്പോ എല്ലാരും ഒന്ന് കൈയടിച്ചേ. സന്തോഷമായോ? ഓ തീർച്ചയായിട്ടും. അപ്പോ നോമ പോകുന്നില്ലാട്ടോ, അവിടെ വേറെ ടീമൊക്കെ റെഡി ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എന്തായാലും വടംവലി കാണാൻ പറ്റുമോ അറിയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇങ്ങോട്ടൊന്ന് വരുമോ അത്തത്തിന്റെ അന്ന് തുടങ്ങിയതാണ്. ഇനി ഉത്രാടം വരെ ഉള്ളൂ. അതിനുശേഷം പുലിക്കളി കഴിഞ്ഞിട്ടേ നോം പോകുന്നുള്ളൂ. അപ്പൊ കണ്ടോ കുറയില് കുറച്ച് മല്ലന്മാര് നിൽക്കാണ്, നമ്മളെ കാത്തുകാടെ നിൽക്കണത്. അപ്പൊ ഇവരുടെ ടീമിന്റെ പേരെന്താ? ശക്തൻ ടീം. ശക്തൻ. അപ്പൊ ശക്തന്മാരാണോ എല്ലാരും? കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, നല്ല കട്ടിയുള്ള ആൾക്കാരാണ്. ശക്തൻ നമ്പരന്റെ ആൾക്കാരാണ്. പേരെന്താണോ? സരിത. ശക്തന്റെ ആളാണോ? ശക്തന്റെ നെടുന്നൂടാണ് പേര്. ഷാജി ടി ബി, ജോസ് ടീച്ചർ, സേതു, വിനോദ്, പ്രിയൻ, നിസാർ, മനീഷ്, മനോജ്, വത്സുമാർ. അപ്പോ എല്ലാരും ഉഷാറല്ലേ? ഓണം എങ്ങനെ തകർക്കുമല്ലേ? പടം വലിച്ച സമ്മാനം കിട്ടുമോ? അവര് പറഞ്ഞ അവരെ കൊണ്ടുപോകുന്ന 2 3 അപ്പൊ എന്താ ഇവിടെ വലിയ മത്സരാണ്. എന്തായാലും സന്തോഷമായി. ആരെങ്കിലും ഒരു പാട്ട് പാടി തരണേ. കുട്ടനാടൻ പുഞ്ചയിലെ തിത്താരാദിത്തിത്തേ തിത്തിത്താരാദിത്തിത്തേ അപ്പൊ ഇതിലെവിടെ പാട്ട്? തിത്തൈ അത് വന്നു, ആറാപ്പം വന്നു. നോമിനൊരു പാട്ട് കേൾക്കണം. അങ്ങോട്ട് വരിക. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളി കഴിഞ്ഞകം പുകാൻ ചന്ദനം വേണം. അപ്പോ ആലായാൽ എന്ത് വേണം? തറ വേണം. നല്ല തറവാടികളാണ്, ശക്തന്റെ മക്കളാണ്. അപ്പൊ ഇവര് വടം വലിച്ച് സമ്മാനം മേടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ട്രോഫി ഈ പ്രാവശ്യം ഇവിടെ കയ്യിലാന്ന് പറഞ്ഞേ. എന്തായാലും സന്തോഷമുണ്ട്. തൃശ്ശൂര് മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുക്കാൻ പോവാ. സന്തോഷമായോ? അപ്പോ കണ്ടില്ലേ, ഇതേ എന്റെ പുറകില് കുറെ സുന്ദരന്മാരും പിന്നെ 1 2 3 4 5 സുന്ദരന്മാരും നിൽക്കണു. അതിന്റെ പുറകിലുണ്ട് സുന്ദരൻ. അപ്പോ എന്താ ആർക്കൊരു സന്തോഷമല്ലാത്ത? സുന്ദരിമാരെന്ന് പറഞ്ഞപ്പോ സന്തോഷമായില്ലേ? സന്തോഷമാകാത്തത് ഒരു അസൂയ. സുന്ദരികൾ എന്ന് പറയാൻ സന്തോഷമായി. ഇത് ആരാന്നറിയോ? നമ്മുടെ കോർപ്പറേഷന്റെ സെക്രട്ടറിയാണ്. പേര് ഷിബു. നല്ല പേരല്ലേ? നല്ല പേരാണ് അല്ലേ? എല്ലായിടത്തും ഉള്ള ആ ഒരു പേരാണ്. അഡീഷണൽ സെക്രട്ടറി ബിജു. അവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, പുള്ളി പോയോ? ഇത് നമ്മുടെ AXC ജയകുമാർ. ഇത് ഞങ്ങളുടെ SC സൂപ്രണ്ടിങ് എഞ്ചിനീയർ ശ്രീലത. ബാക്കി ഇതെല്ലാം AEമാരാണ്, ഓവർച്ചർമാരാണ്, ക്ലർക്കൽ സ്റ്റാഫിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ഓണങ്ങ് അടിച്ചു പൊളിയാക്കിയാന്ന് വെച്ചു. ആരവിടെ കൂവിയ? ആരാണ്ട് കൂവിലോ? പറഞ്ഞാണോ? നോ വിചാരിച്ചു പൊക്കോന്നാണെന്ന്. പോറായില്ല, ഇപ്പോഴൊന്നും പോണില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് പോണുള്ളൂ, 4 ഓണം കഴിഞ്ഞിട്ട് പോണുള്ളൂ. നമ്മുടെ കോർപ്പറേഷന്റെ അഭിമാനമായ പുലിക്കളി വടംവലി ഉണ്ട്. ഇപ്പൊ വടംവലി തുടങ്ങാൻ പോവാണ്. വടംവലി. ഒറ്റ വാക്ക്. എന്താ പേര്?
ടീന സ്ഥലം എവിടെയാ വേഗം പറഞ്ഞോ. ആമ്പല്ലൂര് സിജ കിളിപ്പിളിക്കര അബിത ചേറ്റുപുഴ. എന്താ ഓണക്കോടിയൊന്നും ഇല്ലേ? നോൻ പറഞ്ഞ കാര്യം അറിഞ്ഞില്ലേ? എന്നും ഈ ചുരിദാറക്കൊടനല്ലേ? കണ്ടില്ലേ, മുണ്ട കൊടുത്ത് കസവ് മുണ്ട കൊടുത്ത്. സന്ധ്യ കൊടുങ്ങല്ലൂർ. രമ്യ വടക്കാഞ്ചേരി. ജീന കൊടകര. അനുശ്രീ ചേറൂര്. ആ കൂവിയാളെ എത്ര? ഷീജ കണ്ടശങ്കടവ്. ആ കൂവിയാളാണ് കേട്ടോ. പേര്? വിദ്യ. സുജ. സിന്ധു. സീമ. ദീപ്തി. ഞാൻ പുറകിൽ കുറെ പേര് തന്നെ കുറ്റം പറയണു. ഓയ് കുറ്റൊന്നും പറയണ്ട. അപ്പോ സന്തോഷമായിട്ടിരിക്കണം. ഇതാണ് ഓണം ഇങ്ങനെ പടിവാതിക്കലെത്തി മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ ഓണം ആഘോഷിക്കണം. അപ്പൊ ആരാണ് നോമിന് ഒരു പാട്ട് പാടി തരണത്? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ. ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിലിൽ. അപ്പോ സന്തോഷായിരിക്കണു. 2 പേരാണ് പാട്ട് പാടിയിരിക്കുന്നത്. ആ 2 പേരൊന്ന് മുന്നോട്ട് വന്നേ. അപ്പോ മനസ്സ് നിറഞ്ഞ് ആണ് നോമ ഇവിടുന്ന് പോകുന്നത്. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു നല്ലൊരു സമ്മാനം കൂടെ കൊടുക്കാൻ പോ 2 ആസ്ഥാന ഗായകന്മാർക്ക്. ഞങ്ങളൊക്കെ പാടിയ ആൾക്കാരാണ്. അതെ, ഒരു പാട്ട് പാടുമ്പോ അതിലെ കൂടെ പാടാൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും മെയിൻ പാട്ടുകാർ ഒരാളല്ലേ ഉള്ളൂ അല്ലേ? യേശുദാസ് പാടുമ്പോ കൂടെ കുറെ പേര് പാടാറുണ്ട്. കറക്റ്റ്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക കുശുമ്പുള്ള ആൾക്കാര്. ഓണമാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണ് പറയുന്നത്. അതിനായം എന്തായാലും ആവട്ടെ. എന്തായാലും ഈ ചിരിക്കാനെങ്കിലും പറ്റിയില്ലോ. അതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് അല്ലേ? സന്തോഷായിട്ട് ഇരിക്കുക. തിരുമേനി സുന്ദരനായിട്ട് ഇരിക്കുന്നു. എന്താ സന്തോഷം. അപ്പോ സന്തോഷായിരിക്കണു. 2 പേരോടെ പിടിച്ചോളൂ. അപ്പൊ അങ്ങനെ പോവാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ അധികം ദിവസമില്ല. അപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മുടെ തൃശ്ശൂര് നഗരത്തിന്റെ കോർപ്പറേഷന്റെ പരിധിയിൽ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് അവിടെ മത്സരം നടക്കണു. അവിടെ കുറച്ച് ആൾക്കാർ കാഴ്ചക്കാരെ നിൽക്കണു. നമസ്കാരമുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പേരെന്താ? ബിന്ദു. ഇങ്ങനെ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കും അല്ലെ? ആഘോഷിക്കണം. ഇവിടെ സ്ഥലം മൂർക്കനിക്കര. സന്തോഷമായിട്ടിരിക്കണു. ഓണത്തിന് പ്രത്യേകിച്ചുള്ള പരിപാടികളുണ്ടോ? ബന്ധുക്കളൊക്കെ വരണുണ്ടോ? ബന്ധുക്കള് വരും. ആരൊക്കെയുള്ള വീട്ടില്? വീട്ടിലെ അമ്മ ചേച്ചിമാര്. ഓണത്തിന് എല്ലാവരും വരും. ഓണം സന്തോഷമായിട്ടിരിക്കുക. പാട്ട് പാടാൻ അറിയാതെ തോന്നുന്നു. നല്ല സാരിയില്ല. അവിടെ കുറച്ച് ആൾക്കാരെ നിൽക്കണോ ചോദിക്കട്ടെ. നമസ്കാരമുണ്ട്. പേരെന്താണോ? സുജ. സുജ. എവിടെ സ്ഥലം? തൃശ്ശൂരൻ. രതി കുട്ടനല്ലൂരാണ്. റിനി. രാധിക തൃപ്രയാർ. സീമ തൃപ്രയാർ. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഷീജ. സന്തോഷമായിട്ടിരിക്കണു അല്ലേ? എവിടെ സ്ഥലം? കോട്ടയം. കോട്ടയത്തുനിന്ന് ഇവിടെ വന്നോ? കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നു. ആ അപ്പോ അങ്ങടെ കണ്ട ഇതിൽ ആരാന്ന് ഒരു പാട്ട് പാടാൻ അറിയുന്നതാ? മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ ചാഞ്ഞിരുന്നിരുന്നാടിടുന്നൊരു സുമംഗലി കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. അപ്പോ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. സന്തോഷായില്ലേ? അവിടെ പിടിച്ചോ. അപ്പോ എല്ലാവർക്കും ഹാപ്പി അല്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. ഓണം എങ്ങനെ? ഓണം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. സ്ഥലം എവിടെയാ? സ്ഥലം എന്റെ എറണാകുളമാണ്. ഇപ്പൊ ഇവിടെ തൃശ്ശൂര് സെറ്റിൽ. എവിടെയാ? എറണാകുളം കച്ചേരിപ്പടി. തൃപ്പൂണിത്തറ അത്തച്ചമയം കാണാൻ പോറുണ്ടോ? പോകാറുണ്ട്. വേറൊരു ലെവലാ അല്ലേ? ഇവിടെ വന്നേ പിന്നെ പോയിട്ടില്ല എന്നുള്ളൂ. ഓണത്തിന് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഓണത്തിന് പോകും. ഒരു സുന്ദരി കുട്ടി ഓടി വന്നിട്ട് പറയാ, മാവേലി അമ്മ പോവല്ലേ, എനിക്കൊരു പാട്ട് പാടണമെന്ന്. അപ്പൊ പിന്നെ അവളുടെ പാട്ട് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ പേര്? എത്രയല്ല പഠിക്കണേ? 2-ല്. ഏത് പാട്ടാണ് നോമിന് പാടി തരണെന്ന് കേക്കട്ടെ. ഓണം വന്നല്ലോ ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിൽ ഇരുന്നാലോ സന്ധ്യ വരുന്നുണ്ടേ ഉണ്ണി പന്ത് കളിക്കട്ടെ.
പാട്ട് പഠിക്കണ്ടോ? ഇല്ല, എന്തായാലും പാട്ട് പഠിപ്പിക്കണം. ഇഷ്ടമാണ് പാട്ട് പാടാൻ. അപ്പൊ അത് അറിയാം, അതുകൊണ്ടാണ് ഓടി വന്നിട്ട് ഒരു പാട്ട് പാട്ടെന്ന് ചോദിച്ചപ്പോ പാട്ട് പഠിച്ചാൽ വലിയൊരു ഗായികയൊക്കെ ആവട്ടെ. അടുത്ത സുന്ദരികൾ ഇങ്ങനെ നിൽക്കുകയാണ്. സുന്ദരികളുടെ അടുത്തേക്കത് പോട്ടെ. എന്താ പേര്? സംഗീത. സ്ഥലം എവിടെയാ? തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട്. ശശികല, ലാലൂർ വീട്. പൂർണിമ, ഒളരി. അശ്വതി, അയ്യന്തോള്. സ്നേഹ, ചേറ്റുപുഴ. ഷൈജി, അയ്യന്തോള്. ചാരുലത, തൃശ്ശൂര്. ഡെല്ല, അരനാട്ടുകര. അപ്പൊ എങ്ങനെയാണ് ഓണം? ഓണം എവിടെ വരെ എത്തി? പടി വരെ എത്തിയോ? അതോ അകത്തോട്ട് കയറാൻ പോകണോ? എങ്ങനെയാണ് കാര്യങ്ങളാ? പടി വരെ എത്തി. ഞങ്ങൾ വടംവലിയുടെ തിരക്കിലാണ് ഉള്ളത് എല്ലാവരും. നിങ്ങളുടെ ടീം ജയിച്ചോ? ഇല്ല, ഞങ്ങൾ വരാൻ വലിക്കാൻ പോകുന്നുള്ളൂ. അതെ, തുടങ്ങുന്നേ ഉള്ളൂ. വീട്ടിലുള്ള ഓണാഘോഷമൊക്കെ എങ്ങനെയാ? വീട്ടിലെ പ്രാവശ്യം എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? അതൊക്കെ ഒന്ന് പറഞ്ഞേ. വീട്ടില് സാധാരണ എല്ലാ ബന്ധുക്കളൊന്നും ഉണ്ടല്ലേ, ഞങ്ങൾ തന്നെ. പിന്നെ അവിടെ ഒരു നാട്ടിലൊരു കൂട്ടുണ്ട്, അപ്പൊ എല്ലാവരും അവിടെ ഓണാഘോഷം അങ്ങനെയാണ്. അപ്പൊ ഈ പ്രാവശ്യം അവിടെ അങ്ങോട്ട് തകർക്കാന്ന് വിചാരിച്ചു, എല്ലാ വർഷം പോലെ അല്ലേ? സാധാരണ പോലെ. കാരണം എങ്ങനെയാണ്? പൈസ എത്ര നേരം ഉണ്ടാവും? പായസമൊക്കെ ഞങ്ങൾ വാങ്ങല്ലേ ഇപ്പൊ. അതാണ് കുഴപ്പം, വീട്ടിലുണ്ടാകണില്ല. കറികളൊക്കെയോ? കറികളൊക്കെ വീട്ടിലുണ്ടാക്കും. വീട്ടില് സദ്യയൊക്കെ വെച്ച് പായസം മാത്രം പുറത്തുനിന്ന് വാങ്ങും. ബാക്കിയൊക്കെ ഉരുക്കി വീട്ടിൽ ഓണാഘോഷിക്കും എല്ലാവരായിട്ട്. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഓണക്കോടിയൊക്കെ ഇന്നലെ വാങ്ങി. നല്ല തിരക്കായിരുന്നു. സാധാരണ പോലെ ആദ്യം ഇവിടെ ഞങ്ങൾ തകർക്കും, എന്നിട്ടാണ് വീട്ടിൽ പോയി തകർക്കുക. തകർപ്പ് നാം കാണുന്നുണ്ട്. എന്താ തകർപ്പ്? അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു. അപ്പൊ ഈ വർഷം ഫസ്റ്റ് കൊണ്ടുപോകാൻ. ഏത് മത്സരത്തിനാ? വടംവലിയില്. അപ്പൊ ഈ വർഷം ഞങ്ങളുടെ സെക്ഷനാണ് ഫസ്റ്റ് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ആരാ ഒരു പാട്ട് നമുക്ക് പാടാനായിട്ട്? എല്ലാരും പാടിയോ? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓണക്കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. അപ്പോ സന്തോഷായി. ഈ ഒരു ടീമിന് ഇത്ര വലിയ പേരൊന്നും നോമിന് പറയാൻ അറിയില്ല. ഒന്നോടെ അത് പറഞ്ഞേ, എന്തൊക്കെയാന്നാ? NULM, അമൃത്, അയ്യങ്കാളി, SC ഓഫീസ്. ആ ടീം നോമ പറയാൻ നിന്നാ വീട്ടിൽ പോക്ക് നടക്കില്ല, പാതാളത്തിലേക്ക് പോകണ്ടാണേ. വേലിക്കും ഞങ്ങളുടെ വക. ഞങ്ങൾക്ക് ഓണാശംസ തരാമെന്നാണല്ലോ ഞങ്ങളുടെ വക ഓണാശംസകൾ. അപ്പോ ഈ ഒരു ടീമിന് ഒരു 10-12 പേരുണ്ട്. ചെറിയ പേരെല്ലാം ഇടാൻ നോക്കാം അടുത്ത പ്രാവശ്യം കേട്ടോ. അപ്പോ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം ഈ ടീമിന് അങ്ങോട്ട് നൽകിയാണ്. എല്ലാവരും കൂടെ പിടിച്ചോ. ഓണായിട്ട് നോമ അങ്ങനെ വന്നിട്ട് അല്ലേ? സന്തോഷായോ? സന്തോഷമായി. അപ്പോ നിറഞ്ഞ സന്തോഷം. ഒരു ആർപ്പോടെ കൊടുത്തേ. എവിടെയും ഹാറാപ്പ് വിളിയും, എവിടെയും വടംവലിയും, പൂക്കളത്തിന്റെയും ഓണപ്പായസത്തിന്റെയും ഒക്കെ തകൃതി ഓണാണ്. ശരിക്കും ഈ വർഷത്തെ ഓണം വേറൊരു വൈബ് മൂഡിലേക്ക്. മാവേലി എന്താ ഇംഗ്ലീഷ് എന്താ മാവേലിക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ ചിന്തിക്കണ്ട. ഓണത്തി താഴെ കണ്ട നമ്പർ ഉണ്ടോ? ആ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇങ്ങനെ ആളുകൾ വിളിച്ച് നോമനിങ്ങനെ ഇടസമയങ്ങളിലൊക്കെ നമ്മുടെ പ്രൊഡ്യൂസർ ഫോൺ തരും. വിളിക്കുമ്പോൾ ചില ആളുകളോടൊക്കെ നോം സംസാരിക്കാറുണ്ട്. അവർക്കൊക്കെ ആവശ്യം ഇങ്ങോട്ട് വരണം എന്നാണ്. നോമനാണെങ്കിൽ ആകെ 10 ദിവസമുള്ളൂ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. എന്തായാലും സാരമില്ല, ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കാണുക. അപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണും തൃശ്ശൂർ മനിക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന നല്ലൊരു സമ്മാനവും വാങ്ങാൻ കണ്ടു കഴിഞ്ഞാൽ. അപ്പോ ഫൺ വിത്ത് മാവേലി, മനിക്ക ഗോൾഡ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയില് നാളെ കണ്ടുമുട്ടാൻ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചിരിച്ച് കളിച്ച് അടിച്ച് പൊളിച്ച് മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.